ഹായ് കുട്ടികളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീർ ബഹൂട്ടി എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് അഥവാ പാഠഭാഗ പ്രവർത്തനങ്ങളാണ്. ആദ്യമായി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. 4 ക്വസ്റ്റ്യൻസ് ആണ് ബീർ ബഹൂട്ടി എന്ന പാഠഭാഗത്ത് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ബാദൽ കോ ദേഖ് ഖർ ഘടേ കോ നെഹിം ഢുലാനാ ചാഹിയേ, ദുകാൻദാർ നെ ഏസാ ക്യോം കഹാ. ബാദൽ കോ ദേഖ് ഖർ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ബാദൽ കോ ദേഖ് ഖർ, മേഘത്തെ കണ്ടിട്ട്. ഘടേക്കോ, ഘടേ എന്ന് പറഞ്ഞാൽ കുടം. ഘടേക്കോ നെഹിം ഠുലാനാ ചാഹിയേ, മേഘത്തെ കണ്ട് കുടത്തിലെ വെള്ളം ചിരിച്ചു കളയരുത്. കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദ്യം. साहिल ने पेन में नई स्याही भरवाने की इच्छा से उसमें बची स्याही को ज़मीन पर छिड़क दिया. दुकान पहुंचने पर वहाँ स्याही नहीं थी. तब दुकानदार ने ऐसा कहा. कहने का मतलब है किसी वस्तु को मिलने की प्रतीक्षा में हमारे पास के वस्तु को छोड़ना मूर्खता है. बिना सोच विचार करके कुछ नहीं करना चाहिए. साहिल ने पेन में नई स्याही भरवाने की इच्छा से, സാഹിൽ പേനയിൽ പുതിയ മഷി നിറയ്ക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ഉസ്മേ ബച്ചി സ്യാഹിക്കോ ജമീൻ പർ ചിടക് ദിയ, ഉസ്മേ ബച്ചി അതിൽ അവശേഷിച്ചിരിക്കുന്ന സ്യാഹിക്കോ മഷിയെ ജമീൻ പർ ചിടക് ദിയ, ജമീൻ എന്ന് പറഞ്ഞാൽ തറ, ജമീൻ പർ ചിടക് ദിയ തറയിലേക്ക് ഒഴിച്ചു കളഞ്ഞു. അതായത് പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി സാഹിൽ തറയിലേക്ക് ഒഴിച്ചു കളഞ്ഞു. ദൂക്കാൻ പഹൂഞ്ചനെ പർ വഹാം സ്യാഹി നെഹിന്ദി, കടയിലെത്തിയപ്പോൾ അവിടെ മഷി ഉണ്ടായിരുന്നില്ല. തബ് ദൂക്കാൻദാറിനെ ഏസാ കഹ, അപ്പോഴാണ് ദൂക്കാൻദാർ ഇങ്ങനെ പറഞ്ഞത്. कहने का मतलब है किसी वस्तु को मिलने की प्रतीक्षा में हमारे पास के वस्तु को छोड़ना मूर्खता है. മൂർഖത എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം. അതായത് ഏതെങ്കിലും ഒരു വസ്തു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഹമാരെ പാസ് കെ വസ്തുക്കോ, നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവിനെ ചോടിന ഉപേക്ഷിക്കുക, മൂർഖതാഹേ അത് വിഡ്ഢിത്തമാണ്. എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമെന്ന് കരുതി നമ്മുടെ കയ്യിലുള്ള വസ്തുവിനെ ഉപേക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. ബിനാ സോച്ച് വിചാർ കർക്കെ കുച്ച് നെഹിം കർനാ ചാഹിയെ, അതായത് ആലോചിക്കാതെ മുമ്പോട്ട് ചിന്തിക്കാതെ ഒന്നും ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ क्वेश्चन നോക്കാം. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई क्यों, അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവനെ നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? അതായത് ബേല സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ബേലയ്ക്ക് സാഹിലിൻ്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. बेला जानती थी अपनी दिली साहिल की नज़र में वह बहुत अच्छी लड़की है. उसके सामने अपमानित होना वह नहीं चाहती थी. लेकिन माड साहब का व्यवहार साहिल के सामने था. इससे लज्जित होने के कारण उससे नज़र नहीं मिला पाई. बेला जानती थी, ബേലയ്ക്ക് അറിയാം, അപ്പനി ദിലി സാഹിൽ കി നസർ മേം, അവളുടെ ഉറ്റമിത്രമായ സാഹിലിൻ്റെ നോട്ടത്തിൽ, നസർ എന്ന് പറഞ്ഞാൽ നോട്ടത്തിൽ അല്ലെങ്കിൽ ദൃഷ്ടിയിൽ, വഹ് ബഹുത് അച്ചി ലഡ്കി ഹേ, അവളൊരു നല്ല കുട്ടിയാണ്, അവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് അവൾക്കറിയാം. ഉസ്കെ സാമനെ അപമാനിത് ഹോന വഹ് നെഹിം ചാഹത്തീതി, അതുകൊണ്ട് തന്നെ അവൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ലേക്കിൻ മാഡ് സാബ് കാ വ്യവഹാർ, പക്ഷേ മാഡ് സാബിൻ്റെ വ്യവഹാർ പെരുമാറ്റം സാഹിൽ കെ സാമ്നേത, സാഹിലിൻ്റെ മുന്നിൽ വച്ചായിരുന്നു. അത് നമ്മൾ സ്റ്റോറിയിൽ കഥയിൽ വായിച്ചിട്ടുണ്ട്. സാഹിലിൻ്റെ മുന്നിൽ വെച്ച് കണക്കിൻ്റെ സാറായ സുരേന്ദർ സാർ അവളുടെ മുടി പിടിച്ചു വലിച്ചു എന്നും അങ്ങനെയാണ് അവൾ അപമാനിക്കപ്പെട്ടതെന്നും നമ്മൾ കഥയിൽ വായിച്ചിട്ടുണ്ട്. ഇസുസെ ലജ്ജിത് ഹോനയ്ക്ക് കാരണം ഉസുസെ നസർ നെഹിം മില പായി, ലജ്ജിത് ഹോന എന്ന് പറഞ്ഞാൽ നാണക്കേടുണ്ടാവുക. അതുകൊണ്ട് ഈ സംഭവത്തിൽ നാണക്കേടുണ്ടായിട്ടാണ് ബേലയ്ക്ക് സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ സാഹിലിൻ്റെ നേരേക്ക് മുഖത്തേക്ക് നോക്കാൻ കഴിയാതിരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ബച്ചോं को अपने चारों मोर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട്
ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? गांधी बच्चों को बहुत प्यार करते थे, इसलिए बच्चे निष्कलंकता और प्यार भरी दोस्ती के साथ अपनी मूर्ति की चारों ओर खेलने लगे तो उसे अधिक प्रसन्नता हुई होगी. ഗാന്ധിജി ബച്ചോങ്കോ ബഹുത് പ്യാർ കർത്തേ ഥേ. ബാപ്പുജി ഗാന്ധിജിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ബച്ചെ നിഷ്കളങ്കത ഔർ പ്യാർ ഭരി ദോസ്തി കെ സാത്ത് അപ്നി മൂർത്തി കി ചാരോ മോർ ഖേൽനെ ലഗേ തോ ഉസേ അധിക് പ്രസന്നത ഹുയി ഹോഗി. കുട്ടികൾ നിഷ്കളങ്കമായ സ്നേഹം നിറഞ്ഞ കൂട്ടുകെട്ടിൽ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. കൂടുതൽ ഗാന്ധിജിയുടെ മുഖം പ്രസന്നമാകുന്നത് പോലെ തോന്നി എന്നാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഹ് ബാരിഷോം സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ദാ കഹാനി കെ പ്രസംഗ് മേം യഹ് കൈസെ സാർത്ഥക് ഹോത്താ ഹെ. ഇത് മഴയ്ക്കെല്ലാം മുമ്പുള്ള മഴയുടെ ഒരു ദിവസമായിരുന്നു. കഥാസന്ദർഭത്തിൽ ഇതെങ്ങനെ സാർത്ഥകമാകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. बेला और साहिल पढ़ने के लिए अलग अलग स्कूलों में जाते हैं. इस बिछुड़न के बारे में आपस में बताकर दोनों बहुत दुखी हुए. दोनों की आंखों में आंसू भर गई है. कहानीकार ने यहाँ दोनों की मन की भावनाओं को दिखाने के लिए प्रकृति की सहायता लिया गया है. बेला और साहिल पढ़ने के लिए अलग अलग स्कूलों में जाते हैं. ബേലയും സാഹിലും തുടർ പഠനത്തിന് വേണ്ടി അലഗ് അലഗ് സ്കൂളോ മേ ജാത്തെ ഹെ വേറെ വേറെ സ്കൂളിലേക്ക് പോവുകയാണ്. ഇസ് ബിച്ചുടൻ കെ ബാരേമേം, ബിച്ചുടൻ എന്ന് പറഞ്ഞാൽ വേർപാട്. ഇസ് ബിച്ചുടൻ കെ ബാരേമേം, ഈ വേർപാടിനെ പറ്റി ആപ്പസ് മേം ബത്താക്കർ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ദോനോ ബഹുത്ത് ദുഃഖി ഹുയെ, രണ്ടുപേരും വളരെയധികം ദുഃഖിതരായി. ദോനോം കി ആംഖോ മേ ആൻസു ഭർ ഗയി ഹെ, ആൻസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. ദോനോം കി ആംഖോ മേ ആൻസു ഭർ ഗയി ഹെ, രണ്ടുപേരുടെയും കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. കഹാനിക്കാരനെ യഹാം ദോനോം കി മൻ കി ഭാവനാവോം കോ ദിഖാനെ കെ ലിയെ പ്രകൃതി കി സഹായത ലിയാ ഗയാ ഹെ. കഥാകാരൻ രണ്ടുപേരുടെയും മനസ്സിലെ ഫീലിങ്സിനെ കാണിക്കുന്നത് വേണ്ടി പ്രകൃതിക്ക് സഹായത ലിയാ ഗയാ ഹെ, പ്രകൃതിയുടെ സഹായം തേടിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം മിലാൻ കരേം അഥവാ മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ കോളത്തോട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതായത് അതിന് അനുയോജ്യമായത് കണ്ടുപിടിച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യത്തേത് സാഹിൽ കി ആംഖേം, സാഹിലിൻ്റെ കണ്ണുകളെ ഈ കഥയിൽ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അഥവാ താരതമ്യം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ, സാഹിലിൻ്റെ കണ്ണുകളെ ബീർ ബഹൂട്ടി കി തരഹ് ലാൽ, ബീർ ബഹൂട്ടികളെ പോലെ ലാൽ റെഡ് കളർ, അതായത് ബീർ ബഹൂട്ടികളെ പോലെ ചുവന്ന നിറത്തിനോടാണ് സാഹിലിൻ്റെ കണ്ണുകളെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ചൽത്തി ബീർ ബഹൂട്ടിയാം, ഇഴഞ്ഞു നീങ്ങുന്ന ബീർ ബഹൂട്ടികളെ. ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, ഇഴഞ്ഞു നീങ്ങുന്ന ബീർ ബഹൂട്ടികളെ ചലിക്കുന്ന ചെറിയ ചോരത്തുള്ളികളുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് സാഹിൽ കി ആൻസു, സാഹിലിൻ്റെ കണ്ണുനീരിനെ ഇവിടെ ബാരിഷ് കി ബൂന്തേം, മഴത്തുള്ളികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവസാനത്തേത് സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ മുറിവിനെ ഇവിടെ ബീർ ബഹൂട്ടി ക രംഗ്, ബീർ ബഹൂട്ടിയുടെ നിറത്തോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. പ്രത്യേക കി തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ ലിഖേം, ഓരോന്നും എന്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓരോന്നിനെയും ഏതുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിനു മുമ്പ് നമ്മൾ മിലാൻ കരേം അഥവാ മാച്ച് ദ ഫോളോയിങ് ചെയ്തതിനെ സെൻറ്റൻസ് ആക്കി എഴുതിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ മാറ്റം വരുന്നത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ മിലാൻ കരേം യോജിപ്പിക്കാം എന്ന് ചെയ്തതിനെ സെൻറ്റൻസ് ആക്കി എങ്ങനെ
സാഹിൽ കി ലാൽ ആംഖോं की തുലന, സാഹിലിൻ്റെ ചുവന്ന കണ്ണുകളെ ബീർ ബഹൂട്ടി സെ കി ഗയി ഹെ, ബീർ ബഹൂട്ടികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ചൽത്തി ബീർ ബഹൂട്ടിയോं की തുലന ചൽത്തി ഭിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തോം സെ കി ഗയി ഹെ, ഇഴഞ്ഞു നീങ്ങുന്ന ബീർ ബഹൂട്ടികളെ ചൽത്തി ഭിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തോം സെ കി ഗയി ഹെ, ചലിക്കുന്ന ചുവന്ന രക്തത്തുള്ളികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് സാഹിൽ കെ ആൻസു കി തുലന ബാരിഷ് കി ബൂന്തോം സെ കി ഗയി ഹെ, സാഹിലിൻ്റെ കണ്ണുനീരിനെ മഴത്തുള്ളികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. സാഹിൽ കി ചോട്ട് കി തുലന, സാഹിലിൻ്റെ മുറിവിനെ ബീർ ബഹൂട്ടി കെ രംഗ് സെ കി ഗയി ഹെ, ബീർ ബഹൂട്ടികളുടെ നിറത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി കഹാനി കി ഘടനാവോं को സൂചിബദ്ധ് കരേം, കഥയിലെ പ്രധാന സംഭവങ്ങളെ ക്രമപ്പെടുത്തി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഗീലി ജമീൻ പർ ബേല ഔർ സാഹിൽ ക ബീർ ബഹൂട്ടിയോं को खोजना. ഗീലി ജമീൻ എന്ന് പറഞ്ഞാൽ ആ നനഞ്ഞ തറയിലിരുന്ന്, അതായത് നനഞ്ഞ തറയിലിരുന്ന് നനഞ്ഞ മണ്ണിലിരുന്ന് ബേലയും സാഹിലും ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. രണ്ടാമത്തേത് പെൻമേ സ്യാഹി ഭർന, പേനയിൽ മഷി നിറയ്ക്കുന്നത്. അടുത്തതായി നമുക്ക് എഴുതാം സുരേന്ദർജി മാഡ്സാബ് ബേല കെ ബാലോം പർ പഞ്ചാ ഫസാന, സുരേന്ദർ സാർ ബേലയുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നത്. അടുത്തതായി നമുക്ക് എഴുതാം ദീപാവലി കെ ചുട്ടി കെ ബാദ് ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ദ് ദേഖ്ന, ദീപാവലിയുടെ അവധിക്ക് ശേഷം വന്ന ബേലയുടെ തലയിൽ വെള്ള ബാൻഡേജ് ചുറ്റി കാണുന്നത്. അടുത്തത് സാഹിൽ കി പിണ്ടലീമേം കീൽ കാ ചുഭ്ന, കീൽ എന്ന് പറഞ്ഞാൽ ആണി, ചുഭ്ന എന്ന് പറഞ്ഞാൽ തറയ്ക്കുക. സാഹിലിൻ്റെ കണങ്കാലിൽ ആണി തറയ്ക്കുന്നത്. പാഞ്ച്വീം കാ റിസൾട്ട് ആന, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നത്. അവസാനമായി ദോനോം കാ അലഗ് ഹോ ജാന, അതായത് രണ്ടുപേരുടെയും വേർപിരിയൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി ഈ കഥയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് 1 വേർഡ്സ്, പട്കഥ, പട്കഥ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്, ഡയറി, ഓരോരുത്തരുടെയും ഡയറി ചോദിക്കാം. ബേലയുടെയോ സാഹിലിൻ്റെയോ ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. പത്ര, പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ. ചരിത്രചിത്രൻ, ചരിത്രചിത്രൻ എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷത, ഓരോ ക്യാരക്ടറിൻ്റെയും ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്വഭാവ സവിശേഷതകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പോസ്റ്റർ എന്നിവയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതെല്ലാം കൂടാതെ നിങ്ങൾ ഈ പാഠഭാഗം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും എഴുതാൻ സാധിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.